അവരുടെ നഷ്ടം. ഇപ്പം നമുക്ക് ഇവിടെ വീടൊക്കെ കിട്ടി, ഞങ്ങളിരുന്നാലും ഞങ്ങൾക്കൊരു സന്തോഷമില്ല. എന്നും അവരെ ഓർത്ത് ഞങ്ങൾ ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കാതെയും കണ്ണീര് വിടാതെയും അവരെ വർത്തമാനം പറയാതെയും ഒരു നിമിഷം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്ത് കഴിക്കുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളെ കൂടെ അവരുണ്ട്. അവരെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അത്രയും സ്നേഹമുള്ള ഒരു കൂട്ടായ്മയുള്ള നാടായിരുന്നു. എനിക്ക് ഇന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ അമ്മയുടെ വീട്ടില് നമ്മൾ തിണ്ണയിലിരുന്നാ സംസാരിക്കുന്ന അന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞതാണ്. എന്ത് ശത്രുത ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾക്ക് അവിടെ ഒരു ജാതിഭേദമൊന്നുമില്ല, ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാത്തിലും, ഒരു മരണത്തിലായാലും കല്യാണത്തിനായാലും പാവങ്ങളെ സഹായിച്ചിട്ടും ഉള്ളത് കൊണ്ട് സഹായിച്ച് ഞങ്ങളങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു നാട്. ദൈവത്തിന് പോലും അസൂയായിരിക്കും, എന്താ പറയുക. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അത്രയും അങ്ങനെ ഇതാക്കിയത്. ഒരിക്കലും ഒന്നും പറയാനില്ല. അവിടുത്തെ ഞങ്ങൾ എല്ലാവരും ഒരു ഇതായിട്ട് കഴിഞ്ഞ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ 2 വർഷമായി, അത് മറക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. അതെ സേതുലക്ഷ്മി, ആളുകൾ അവർക്ക് എങ്ങനെ അവരുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ പറയണം എന്ന് പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം എന്നുള്ളതാണ്. അല്പം സമയം മുമ്പ് നൈസമോള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഓർമ്മയുണ്ടാവും, പ്രധാനമന്ത്രി വന്ന് എടുക്കുകയൊക്കെ ചെയ്ത നൈസമോള്. മോള് വന്നിട്ട് ഈ ചിത്രത്തിൽ വലത് സൈഡിലായിട്ട് കുട്ടിയുടെ പിതാവിന്റെ ഫോട്ടോ ഉണ്ട്. അതില് ഉമ്മ വയ്ക്കുന്നതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എത്രത്തോളം ഒരാള് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അമ്മ ഇപ്പം രണ്ട് വർഷമാവുകയാണ്. ഇപ്പം 2 വർഷമായി. 2 വർഷമായി. എന്താ ചെയ്യുക, ഞങ്ങൾ ആൾക്കാരെല്ലാവരും പോയി കഴിഞ്ഞല്ലോ. 2 വർഷമായി. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല മോനെ. ഈ നിലയിലാണ് സേതുലക്ഷ്മി. ആളുകൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്ത് പറയാനാണ് അവർ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള സാഹചര്യം. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകൾ അവർ വന്ന് പുഷ്പാർച്ചന നടത്തുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ ഹൃദയഭൂമിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണ് ഇനി സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ ഉണ്ടാവുക. അവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ മന്ത്രി ടി സിദ്ദിഖ്, അതോടൊപ്പം തന്നെ KM ഷാജി അടക്കമുള്ള ആളുകൾ സർവ്വമത പ്രാർത്ഥനയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ ഒരു ദുരന്തത്തിൻ്റെ 2ാം ഓർമ്മ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. 298 ജീവനുകൾ നഷ്ടമായ ഒരു അപകടം, നിരവധി ആളുകളെ കാണാതായ അപകടം, അതിൽ 33ഓളം കുട്ടികളെ നഷ്ടമായ ഒരു വലിയ അപകടം. അങ്ങനെ എന്ത് പറയണമെന്നറിയത്തില്ലാതെ ആളുകൾ കടന്നു പോകുന്ന കാഴ്ച, എല്ലാവരും കണ്ണീരോടെ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സേതുലക്ഷ്മി ഇവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായും ബെൻസൺ, ഇപ്പം ബെൻസൺ പറഞ്ഞ പോലെ തന്നെ എന്തു പറയാനാണിതിൽ. എല്ലാവരും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. അതെല്ലാം ഓർത്തു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. അവർക്കും എന്താ പറയണ്ടേന്ന്
ഇല്ല. കാരണം ഒരു രാത്രി കൊണ്ടെല്ലാം പോയതല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ. ഇനി അവരെ കാണാനോ മിണ്ടാനോ ഒന്നും കഴിയാതെ, ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ ഒക്കെ ഈ മണ്ണിൽ ഒലിച്ചു പോയ മനുഷ്യരാണ്. അതിനെ ഒരു നടുക്കത്തോടു കൂടി ഓർക്കുക എന്നുള്ളതല്ലാതെ, ആ ഓർമ്മകളെ കൂട്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ ഈ മനുഷ്യരെ സംബന്ധിച്ചും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ നിൽക്കുക, അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിതുമ്പുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ അല്ലാതെ ആ മനുഷ്യർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യരൊക്കെ നമ്മളൊക്കെ എത്ര നിസ്സാരരാണ് എന്നൊക്കെ നമ്മളെ സ്വയം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇതൊന്നും ആരുടെയും കൺട്രോളിലുള്ള കാര്യമല്ല. ഒരു ഉരുൾപൊട്ടൽ വന്നാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രകൃതി ദുരന്തം വന്നാൽ ഇല്ലാതാവുന്നതേ ഉള്ളൂ എല്ലാവരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും എന്തോ ഒരു വല്ലാത്ത, എല്ലാവർക്കും ഇപ്പം ഇത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെ ആയിരിക്കും. നമുക്കൊക്കെയും ഒന്നും പറയാനില്ല. ഇതിങ്ങനെ കണ്ടു നിൽക്കുക, അവരുടെ ദുഃഖത്തിനൊപ്പം ചേരുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ലാതെ നമ്മളൊക്കെ എന്തു പറയാനാണല്ലേ. ചിത്രങ്ങൾക്ക് മുന്നിൽ വിരുമ്പിപ്പോകുന്നു. ഇപ്പം നമ്മൾ ഒരു ഫ്രെയിമിൽ വെള്ളാർമല സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ കൊച്ചു കൂട്ടുകാർ, അവരുടെ രക്ഷിതാക്കളും ഒക്കെയാണ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യരൊക്കെയും. അവിടുത്തെ ഉണ്ണിമാഷിനെയൊക്കെ നമ്മളിത് ഇപ്പോൾ കാണുന്നുണ്ട് സ്ക്രീനിലായിട്ട്. അപ്പോൾ ഓർമ്മകൾക്കൊപ്പം സഞ്ചരിക്കുക. ഇപ്പം നമുക്കറിയാം സയന, നമ്മുടെയൊക്കെ മനസ്സിലുള്ള സയന, വീട്ടിൽ മുഴുവൻ 3 കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയൊക്കെ ചിത്രം വരച്ചു വച്ചിരിക്കുന്ന സയനയുടെ മുഖം, നിസമോളെ നമ്മൾ നേരത്തെ കണ്ടു. ഇതുപോലെ എത്ര മനുഷ്യരാണ്, ആ നെഞ്ചുലഞ്ഞ് നിൽക്കുന്ന മനുഷ്യരൊക്കെയും അവരുടെ വീട്ടിലെ ഓരോരുത്തരെയായും പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ടും നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. ആ കൂപ്പ് കൈകളോടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ബെൻസൺ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെൻസനൊക്കെ എന്തുമാത്രം ഓർമ്മകളായിരിക്കും. ആ ദിവസം മുതൽ എല്ലായിടത്തും ഓടി നടന്ന് പ്രേക്ഷകരിലേക്ക് വാർത്തകളൊക്കെ എത്തിച്ചതും അവിടുത്തെ ഓരോ കാര്യങ്ങളും എത്തിച്ചതും ഒക്കെ ബെൻസനാണ്. അപ്പം ബെൻസൺ അടക്കമുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ. അപ്പം ഇവർക്കൊക്കെയും പറയാൻ ഒരു കുന്ന് കാര്യങ്ങളുണ്ടാകും, ഓർക്കാൻ ഒരു കുന്ന് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇനി പറഞ്ഞ പോലെ അല്പസമയത്തിനകം അവിടെ സർവമത പ്രാർത്ഥനയൊക്കെ നടക്കും. അവിടെ ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കും, മന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുക്കും. നിലവിൽ നമ്മൾ കാണുന്നത് പുഷ്പാർച്ചനയാണ്. സർക്കാർ ടൗൺഷിപ്പിൽ, ദുരന്തബാധിതർ താമസിക്കുന്ന സർക്കാർ ടൗൺഷിപ്പിൽ, അതേപോലെ ചൂരൽമല ബെയിലി പാലത്തിന് സമീപത്തുമൊക്കെ പുഷ്പാർച്ചന നടക്കുന്നുണ്ട്. മരണപ്പെട്ടു പോയ മനുഷ്യരെ അവർ ഓർക്കുകയാണ്, അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയാണ്. എപ്പോഴും അവരുടെ ഓർമ്മകളിലുണ്ടെങ്കിലും ഈ ഒരു ദിവസം അവർക്കാർക്കും മറക്കാൻ കഴിയുന്നതല്ല. അവരെ ആ ഓർമ്മകൾക്കൊപ്പം ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യരാണ് ഈ കാണുന്നതൊക്കെയും. ഇപ്പം ഒരമ്മ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ, ഇപ്പോൾ പുതിയൊരു വീട് കിട്ടിയാലും അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെട്ടാലും ഒന്നും ഒരു ദിവസം പോലും കണ്ണീരില്ലാതെ ഉറങ്ങാൻ കഴിയില്ല. അത്ര കണ്ട് ഒരുമിച്ച് ജീവിച്ച മനുഷ്യർ. ആ അമ്മ പറഞ്ഞത് ദൈവത്തിന് പോലും ഒരു പക്ഷേ അസൂയ തോന്നിക്കാണും ഇവിടുത്തെ ആളുകളുടെ ഒരു ഒത്തൊരുമയും സ്നേഹവും ഒക്കെ കണ്ടിട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കൊന്നും അറിയില്ല ഈ സമയത്ത്. നമുക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയാത്തൊരു സമയമുണ്ടല്ലോ. അതേപോലെ വീണ്ടും ഒരു മഴക്കാലം. ആ മഴക്കാലത്ത് ഇന്നിപ്പം വയനാട് ജില്ലയിൽ അവധിയാണ്. സർക്കാർ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധിയാണ്. അവിടെ അലേർട്ട് നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ മഴയത്ത് കുടയൊക്കെ ചൂടി എല്ലാവരെയും ഓർത്തെടുക്കാനല്ല, ആ ദിവസത്തെ, ആ ഇരുണ്ട ദിനത്തിലെ അതിനെ, ആ ദിവസത്തെ ശപിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരായിരിക്കും അത്. കാരണം അവരുടെ എല്ലാം പോയ ദിവസമാണല്ലോ. നമുക്ക് വീണ്ടും വയനാട്ടിലെ ആ കാഴ്ചകളിലേക്കും സർവമത പ്രാർത്ഥനയിലേക്കും അതിലൊക്കെ വരാം.